PR ഏജൻസികൾ അതിരുവിട്ട് ചില സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഏറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. AICCയുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 92 സ്ഥാനാർത്ഥികൾ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള 92 കോൺഗ്രസ് മത്സരിക്കുന്ന 92 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഉമാ തോമസിന് എതിരെയൊക്കെ ഫേക്കായിട്ടുള്ള അഡ്രസ്സ് പോലും ഇല്ലാത്ത ചില ആളുകൾ ദീപാദാസ് മുൻഷിക്കും മധുസൂദനൻ മിശ്രയ്ക്കും ഒക്കെ പരാതി അയച്ച് അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു വലിയ സംഭവമുണ്ട്. ഈ ലിസ്റ്റുകളൊക്കെ ഇതേ രീതിയിലൊക്കെ നിങ്ങളുടെ തന്നെ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നത് എത്ര വലിയൊരു അബദ്ധമാകും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. നമസ്കാരം. കോൺഗ്രസിന്റെ വ്യാജ സ്ഥാനാർത്ഥി പട്ടികയുമായി ചില PR ഏജൻസികൾ കേരളത്തിലുണ്ട്. എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം. കാരണം വെച്ചാൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നെല്ലാം ചായക്കാശ് മേടിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ PR ഏജൻസികൾ അതിരുവിട്ട് ചില സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഏറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഉമാ തോമസ് MLA, തൃക്കാക്കര MLA ആണ്. നമ്മളൊക്കെ സ്റ്റുഡിയോ ഇരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തൃക്കാക്കര നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ആ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള ഉമാ തോമസിന് എതിരെയൊക്കെ ഫേക്കായിട്ടുള്ള അഡ്രസ്സ് പോലും ഇല്ലാത്ത ചില ആളുകൾ ദീപാദാസ് മുൻഷിക്കും മധുസൂദനൻ മിശ്രയ്ക്കും ഒക്കെ പരാതി അയച്ച് അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു വലിയ സംഭവമുണ്ട്. അത് കേരളത്തിലെ ഒരു ഊള PR ഏജൻസിയുടെ ബലത്തിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ അറിവോടുകൂടി നടന്നിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് മറ്റൊരു വീഡിയോയിൽ തന്നെ സംസാരിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ പനിയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു നാളെ എത്തുമായിരിക്കും. എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആള് എനിക്ക് അയച്ചു തന്നതാണ്. ഇത് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നു. അതായത് AICCയുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 92 സ്ഥാനാർത്ഥികൾ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള 92 കോൺഗ്രസ് മത്സരിക്കുന്ന 92 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അത് മൊത്തത്തിൽ വായിച്ചു പോകാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. എല്ലാവരുടെ ഫോട്ടോ ഒന്നും എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഫോട്ടോ കാണിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എടുക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ആ ലിസ്റ്റ് വായിച്ചു പോകാം. അതിനകത്ത് രസകരമായിട്ടുള്ള കാഴ്ച, AICC ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ അസംബ്ലി ഇലക്ഷൻ 2026 കേരള. In the Central Election Committee of the Indian National Congress has proposed the following names for the ensuing the election to the Legislative Assembly of Kerala, keeping in view winnability and local feedback for consideration. അതായത് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നൊരു വീഡിയോ ഉണ്ടല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജിസ്റ്റുകളുടെ, ഈ അന്തവും കുന്തവും അറിയാൻ പാടില്ലാത്ത PR സ്ട്രാറ്റജിസ്റ്റുകളുടെ അവരുടെ മറ്റൊരു സംഭവമാണിത്. അപ്പോൾ ഉദുമ നിയോജക മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്ന ആളുകളാണ് ഹക്കീം കുന്നരും BP പ്രദീപ് കുമാറും. കാഞ്ഞങ്ങാടിലേക്ക് പരിഗണിക്കുന്നതാണ് PV സുരേഷ്, ജോമോൻ ജോസ് എന്നൊക്കെ പറഞ്ഞാൽ ഷാഫി പറമ്പിലിൻ്റെ ഒക്കെ സ്വന്തം കക്ഷിയാണ് കേട്ടോ. പയ്യന്നൂർ ഒക്കെ പരിഗണിക്കുന്നത് മുഹമ്മദ് ഷമ്മാസ്, അഡ്വക്കേറ്റ് ഗോപിനാഥ്. കല്യാശ്ശേരിയിലേക്ക് പരിഗണിക്കുന്നത് നൌഷാദ് വാഴവളാപ്പിൽ, ബ്രിജേഷ് കുമാർ. തളിപ്പറമ്പിലേക്ക് പരിഗണിക്കുന്നത് VP അബ്ദുൾ റഷീദ്, നൌഷാദ് ബാത്തൂർ, മുഹമ്മദ് ബ്ലാത്തൂർ. ഇരിക്കൂറിലേക്ക് പരിഗണിക്കുന്നത് സജീവ് ജോസഫ്, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ. അത് പ്രസന്റ്ലി അവിടെ കോൺഗ്രസിന്റെ MLA ആയിട്ട് ഉള്ളപ്പോഴാണ് വേറൊരാളെ പരിഗണിക്കുന്നത്. കണ്ണൂർ K സുധാകരൻ, TO മോഹനൻ, മുഹമ്മദ് ഷമ്മാസ്. ഈ മുഹമ്മദ് ഷമ്മാസിനെ കുറേ സ്ഥലത്ത് പരിഗണിക്കുന്നുണ്ട്. അപ്പൊ ഈ ലിസ്റ്റിന്റെ പുറകിൽ ഉണ്ട ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് മുഹമ്മദ് ഷമ്മാസ് ആണെന്ന് ഈ തലയ്ക്കകത്ത് ഇതുള്ള ആർക്കും മനസ്സിലാവത്തില്ല. ധർമ്മടത്തേക്ക് പരിഗണിക്കുന്നത് ഷാഫി പറമ്പില്, വിജിൽ മോഹന്, ഫർസിൻ മജീദ്. തലശ്ശേരിയിലേക്ക് റിജിൽ മാക്കുറ്റി, മുഹമ്മദ് ഷമ്മാസ് എനിക്ക് തോന്നുന്നു കണ്ണൂരും കാസർഗോഡും തലശ്ശേരിയിലും എല്ലായിടത്തും മത്സരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന അത്രയും ജനകീയനായിട്ടുള്ളൊരു നേതാവാണ് മുഹമ്മദ് ഷമ്മാസ് എന്നുള്ള പേര്. നമ്മൾ ആരെങ്കിലും അടുത്ത് കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പേരാവൂർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, സുദീപ് ജെയിംസ്. ഈ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ PA ആണ് ഈ സുദീപ് ജെയിംസ് എന്ന് പറയുന്ന ആള്. പുള്ളിയും മത്സരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൂടാണ്ട് അടുത്തുള്ള പറഞ്ഞേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാനന്തവാടിയിൽ അവിടെ ST ആണ്. അവിടെ PK ജയലക്ഷ്മി, G മഞ്ജുക്കുട്ടൻ, CK ജാനു ഘടകകക്ഷിയാണ് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത PR ഏജൻസിക്കാരനാണ് ഇത് കുത്തി എഴുന്നള്ളിച്ച് വിട്ടേക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ അത് IC ബാലകൃഷ്ണനും ഈ ലിസ്റ്റിൽ യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല കേട്ടോ. കാരണം IC ബാലകൃഷ്ണൻ ആരുടെ ആളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൂടാണ്ട് കൽപ്പറ്റയിൽ T സിദ്ദിഖ്, PP അലി, ഷമ്മാദ് മരക്കാർ, ജഷീർ പള്ളിവയൽ.
അതായത് കൽപ്പറ്റയിലേക്ക് ജഷീർ പള്ളിവേലിനെയൊക്കെ പരിഗണിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ PR ഏജൻസിക്കാരൻ പറയുന്നത്. അതോടെ നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രന് KM അഭിജിത്ത്, K പ്രവീൺകുമാർ, അതിനൊരു റിയാലിറ്റി ഉണ്ട്. ഈ ഒരു പറഞ്ഞൊരു ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സത്യം പറയണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ കൊയിലാണ്ടി KM അഭിജിത്ത്, K പ്രവീൺകുമാർ, VP ഡുൽക്കിഫിൽ, നിജേഷ് അരവിന്ദ്, N സുബ്രഹ്മണ്യൻ, ഈ 5 പേരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ബാലുശ്ശേരിയിലേക്ക് രമ്യ ഹരിദാസ്, VT സൂരജ്, CA അരുൺദേവ്. ബാലുശ്ശേരിയിലേക്ക് ഇങ്ങാനുമൊക്കെ രമ്യ ഹരിദാസ് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് രമ്യ ഹരിദാസിനെ അടിച്ചൊളിക്കാൻ വേണ്ടി നാട്ടുകാർ നിൽക്കുന്നുണ്ട്. കോഴിക്കോട് നോർത്ത് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ, PM നിയാസ്, R ഷാഹിൻ. വിദ്യാ ബാലകൃഷ്ണനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാനായിട്ട് യോഗ്യതയായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ബേപ്പൂര് PV അൻവർ, ആദം മുൽസി, PM നിയാസ്, R സഹിൻ. ബേപ്പൂർ ഓൾറെഡി അൻവറിന് സീറ്റ് വിട്ടുകൊടുത്തിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിട്ട് മത്സരിക്കുന്നതാണ്. അതും AICC അപ്രൂവ് ചെയ്തെന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ AICC അപ്രൂവ് ചെയ്യുന്നു. നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി, KT അജ്മൽ. വണ്ടൂര് AP അനിൽകുമാർ, ഒറ്റ സ്ഥാനാർത്ഥിയുള്ളൂ. അതായത് KC വേണുഗോപാൽ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഒറ്റ സ്ഥാനാർത്ഥിയുള്ളൂ. ബാക്കി എല്ലാവരുടെ അടുത്തുമാണ് 2 സ്ഥാനാർത്ഥികൾ വരുന്നത്. തവനൂര് AM രോഹിത്ത്, P ഇഫ്തിഖുദ്ദീൻ, റിയാസ് മുക്കോളി. പൊന്നാനി KP നൌഷദ് അലി, സിദ്ദീഖ് പന്താവൂർ, PT അജയ് മോഹൻ. തൃത്താല VT ബൽറാം, CV ബാലചന്ദ്രൻ, OK ഫറൂഖ്. പട്ടാമ്പി TP ഷാജി, റിയാസ് മുക്കോളി, ജയശങ്കർ കൊട്ടാരത്തിൽ. ഷോർണൂര് TH ഫിറോസ് ബാബു, സന്ദീപ് വാര്യർ, ഗിരീഷ് ഗുപ്ത. ഒറ്റപ്പാലത്ത് ഹരിഗോവിന്ദൻ മാസ്റ്റർ, സന്ദീപ് വാര്യർ. മലമ്പുഴ അനന്തകൃഷ്ണൻ, ഗൗജ വിജയകുമാർ, വിനോദ് ചേരാട്. പാലക്കാട് കണ്ണൻ ഗോപിനാഥ്, KS ജയഘോഷ്, A തങ്കപ്പൻ, സന്ദീപ് വാര്യർ. തരൂര് SC മണ്ഡലമാണ്. അവിടെ പ്രൊഫസർ KA തുളസി, KA ഷീബ, വിപിൻ കൃഷ്ണൻ. ചിറ്റൂര് സുമേഷ് അച്യുതൻ, KC പ്രീത്, വിഷ്ണു C. ആലത്തൂര് KA ഫെബിൻ, KG എൽദോ, പാളയം പ്രദീപ്. ചേലക്കര KV ദാസൻ, ശ്രീധർ, KB ശശികുമാർ, ശിവൻ വെട്ടിക്കുന്ന്. കുന്നംകുളം അനിൽ അക്കര, O അബ്ദുറഹ്മാൻ കുട്ടി, പ്രമോദ് C. മണലൂര് TN പ്രതാപൻ, മുഹമ്മദ് ഹാഷിം, അനിൽ അക്കര. വടക്കാഞ്ചേരി PN വൈശാഖ്, ജോസ് വള്ളൂര്, ഡോക്ടർ സോയ ജോസഫ്. സോയ ജോസഫൊക്കെ വടക്കാഞ്ചേരിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു മത്സരം ഉണ്ടാവും. ഒല്ലൂര് ജോസഫ് ടാർജറ്റ്, ഷാജി കൊടനങ്കണ്ടത്ത്, ആൻ സെബാസ്റ്റ്യൻ, രാജൻ പള്ളൻ. തൃശ്ശൂര് K മുരളീധരൻ, TV ചന്ദ്രമോഹൻ, ജോസഫ് ടാർജറ്റ്, A പ്രസാദ്. K മുരളീധരൻ മിക്കവാറും അവിടെ തൃശ്ശൂരുമായി മത്സരിച്ചതുണ്ട്. നാട്ടിക SC IM വിജയൻ, ശ്രീലാൽ ശ്രീധർ, കാവ്യ രഞ്ജിത്ത്, CK വിനോദ്, സുനിൽ ലാലൂർ. കയ്പമംഗലം TN പ്രതാപൻ, ആസിഫ് മുഹമ്മദ്, ശോഭ സുബിൻ, TM നാസർ, അഡ്വക്കേറ്റ് മൊയ്തീൻ. പുതുക്കാട് OJ ജനീഷ്, ജോസഫ് ടാജറ്റ്, സോണിയഗിരി, നിഖിൽ ദാമോദരൻ. ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, ആൻ സെബാസ്റ്റ്യൻ, ഷോൺ പള്ളശ്ശേരി. കൊടുങ്ങല്ലൂർ OJ ജനീഷ്, TN പ്രതാപൻ, സോണിയഗിരി, സാജൻ കൊടിയൻ. പെരുമ്പാവൂര് എൽദോസ് കുന്നപ്പള്ളി, മാത്യു കുഴൽനാടൻ, എബിൻ വർക്കി. അങ്കമാലി റോജി M ജോൺ, ആൻ സെബാസ്റ്റ്യൻ. ആലുവ അൻവർ സാദത്ത്, മുഹമ്മദ് ഷിയാസ്, ജിൻഷാസ് ജിന്നാസ്, അബ്ദുൽ മുത്തലീബ്. പറവൂര് VD സതീശിനെ മാത്രമേ ഉള്ളൂ. അവിടെ വേറെ സ്ഥാനാർത്ഥിമാരെ വെച്ചിട്ടില്ല. വൈപ്പിൻ അജയ് തറയിൽ, TN പ്രതാപൻ, കാർത്തിക് ശശി, ദീപക് ജോയ്, OJ ജനീഷ്. കൊച്ചി മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, ഡൊമിനിക് പ്രസന്റേഷൻ, തമ്പി സുബ്രഹ്മണ്യം, ഷൈനി മാത്യു. തൃപ്പുണിത്തറ ദീപക് ജോയ്, M ലിജു, രാജു P നായർ, ദീപ്തി മേരി വർഗീസ്, രമേശ് പിഷാരടി, സൗമിനി ജെയിൻ. എറണാകുളം TJ വിനോദ്, VK മിനിമോൾ. തൃക്കാക്കര മുഹമ്മദ് ഷിയാസ്, ഉമാ തോമസ്, ദീപ്തി മേരി വർഗീസ്. കുന്നത്തുനാട് VP സജീന്ദ്രൻ, വൈശാഖ് S ദർശൻ, അരുൺകുമാർ. നമ്മളിതിന് മുമ്പ് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഈ തൃക്കാക്കരയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നതാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസിനെ ഒന്ന് ചവിട്ടാൻ വേണ്ടിയിട്ട് ഒരു PR ഏജൻസി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലും MLA നിലവിലെ പ്രസന്റ് MLA പേര് ആദ്യമാണ് ഇടുന്നതെങ്കിൽ ഇവിടെ എറണാകുളം തൃക്കാക്കര മാത്രം മുഹമ്മദ് ഷിയാസിന്റെ പേര് ആദ്യവും, രണ്ടാമത് ഉമാ തോമസിന്റെ പേരും, മൂന്നാമത് ദീപ്തി മേരി വർഗീസിന്റെ പേര് വിട്ടത് ഒന്നും മനഃപൂർവ്വമല്ല എന്ന് നമുക്ക് കരുതാട്ടോ. കാരണം എല്ലാവരും കഴിക്കുന്ന അരിയാഹാരമല്ലല്ലോ, മറ്റേ ഈ പുല്ലാണല്ലോ കഴിക്കുന്നത്. കുന്നത്തുനാട് ഓൾറെഡി ഞാൻ പറഞ്ഞു. മൂവാറ്റുപുഴ മാത്യു കുഴൽനാടന് PP എൽദോസ്. ധാരാളം PP എൽദോസ് കേട്ടിട്ടില്ലല്ലോ. ദേവികുളം D കുമാർ, കൃഷ്ണമൂർത്തി, രാജാറാം, AS രാജ. ഉടുമ്പൻചോല റോയ് K പൗലോസ്, അൽഫോൻസ് സേവിയർ, ഫ്രാൻസിസ് അലോഷ്യസ് സേവിയർ, എൻ്റെ അമ്പോ, ഫ്രാൻസിസ് ദേവസ്യ, ബിജോ മണി, സേനാപതി വേണു. പീരുമേട് അലോഷ്യസ് സേവിയർ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ടോണി തോമസ്, റോയ് K പൗലോസ്, നിഷ സോമൻ. അപ്പം അലോഷ്യസ് സേവിയർ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് കോൺഗ്രസ്സുകാരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്കൊന്നും ഒരു മനസ്സറിവില്ല. വൈക്കം ഡോക്ടർ PR സോണ, വൈശാഖ് ദർശൻ,
എ സനീഷ് കുമാർ, കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതൊരാളെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പുതുപ്പള്ളി ചാണ്ടി ഉമ്മന് പകരം മറിയ ഉമ്മനെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. AICC പോയേക്കുന്ന ലിസ്റ്റാണ്. എന്തൊരു ദുരന്തമാണ് ഇതൊക്കെ. കാഞ്ഞിരപ്പള്ളി അബിൻ വർക്കി, ഫിലിപ്പോസ് തോമസ്, ഫിൽസൺ മാത്യൂസ്, ജോഷി ഫിലിപ്പ്, ആൻ സെബാസ്റ്റ്യൻ, ജോസഫ് വാഴക്കൻ. അരൂര് അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, ജിൻഷാദ് ജിന്നാസ്, കാർത്തിക് ശശി, MB പ്രവീൺ. എസ് ശരത്ത് ചേർത്തല, അരിത ബാബു. ആലപ്പുഴ A ഷുക്കൂർ, ഡോക്ടർ KS മനോജ്, MJ ജോബ്, മോളി ജേക്കബ്. അമ്പലപ്പുഴ M ലിജു, AR കണ്ണൻ, MB പ്രവീൺ, ഷാനിമോൾ ഉസ്മാൻ, മുഹമ്മദ് അസ്ലാം. ഹരിപ്പാട് രമേശ് ചെന്നിത്തല, ഭാഗ്യം. കായംകുളം KP ശ്രീകുമാർ, അരിത ബാബു, PS അനുതാജ്, M ലിജു, ബിനു ചുള്ളിയിൽ. അപ്പോൾ ഇത് അനുതാജും ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇത് എവിടെ നിന്നാണ് ഈ ലിസ്റ്റിന്റെ ഇറക്കം എന്നുള്ളത്. അടുത്തത് മാവേലിക്കരയാണ്. അഡ്വക്കേറ്റ് മുതല രാജ്, മീന സജീവ്. ചെങ്ങന്നൂർ ജ്യോതി വിജയകുമാർ, ബിനു ചുള്ളിയിൽ സജി ജോസഫ്. അവിടെ ബിനു ചുള്ളിനെ ചെങ്ങന്നൂർ പരിഗണിക്കുന്നുണ്ട്. റാന്നിയിൽ പഴകുളം മധു, അടൂർ റിങ്കു ചെറിയാൻ. റാന്നിയിലൊക്കെ പഴകുളം മധു, ഇതാരുടെ ലിസ്റ്റാണത്? ഇതെന്തോ ഇത്? ആറന്മുള വിജയ് ഇന്ദുചൂടൻ. ഇപ്പൊ കറക്റ്റായി. ആദ്യം ഇട്ടിരിക്കുന്ന പേരാണ് വിജയ് ഇന്ദുചൂടൻ. പഴകുളം മധു, അനീഷ് വരിക്കണ്ണാമല. അനീഷ് വരിക്കണ്ണാമലയ്ക്ക് അവിടെ നിന്ന് സ്ഥാനാർത്ഥി ആകേണ്ട ഒരു കക്ഷിയുണ്ട്. കാരണം അനീഷ് വരിക്കണ്ണാമല എന്നൊക്കെ പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണെന്ന് എനിക്ക് തോന്നിപ്പോൾ. അദ്ദേഹമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുളയിൽ മത്സരിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ്. അബിൻ വർക്കി, സന്ദീപ് വാര്യരെയും ആറന്മുള ഇടുന്നുണ്ട്. ശിവദാസൻ നായർ. കോന്നി അടൂർ പ്രകാശ്, രജനി പ്രദീപ്, പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, അഡ്വക്കേറ്റ് ശൈലജ്, റോബിൻ പീറ്റർ. അടൂർ SC രമ്യ ഹരിദാസ്, അജോമോൻ, SJ പ്രേമരാജ്, അനന്തു ബാലൻ. കരുനാഗപ്പള്ളി CR മഹേഷിനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കൊട്ടാരക്കര അഡ്വക്കേറ്റ് ഐഷ പോറ്റി, R രാമചന്ദ്രൻ, R രശ്മി. പത്തനാപുരം ജ്യോതികുമാർ ചാമക്കല, അഡ്വക്കേറ്റ് സജു ഖാൻ. ചടയമംഗലം MM നാസർ, ഫൈസൽ കുളപ്പാടം, കുന്നിൽ ഷമീർ. കുണ്ടറ PC വിശ്വനാഥ്. അവിടെ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പം അതെല്ലാം കൃത്യമായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. കോൺഗ്രസ് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ധാരണ എടുത്തിട്ടുണ്ടാവും. കൊല്ലം ബിന്ദു കൃഷ്ണ, അനുരാജ്, സൂരജ് രവി, അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ. ചാത്തന്നൂര് R ചന്ദ്രശേഖരൻ, അനുരാജ്, അരുൺരാജ്, ബിന്ദു കൃഷ്ണ, PS പ്രദീപ്. വർക്കല കഹാറ്, ഡോക്ടർ SS ലാല്. ചിറയൻകീഴ് കൊടിക്കുന്നിൽ സുരേഷ്, BS അനൂപ്, KG ഗോപകുമാർ. നെടുമങ്ങാട് BRM ഷബീർ, സുധീഷ് പാലോട്, MA വാഹിദ്. വാമനപുരം പാലോട് രവി, രമണി P നായർ, ആനന്ദ് ജയൻ, സുധീർ ഷാ പാലോട്. കഴക്കൂട്ടം JS അഖില്, MA വാഹിദ്, ഡോക്ടർ SS ലാല്. കഴക്കൂട്ടത്തൊക്കെ JS അഖിലിനെ പോലുള്ള ആളുകളെയൊക്കെ പരിഗണിക്കേണ്ടത് തന്നെയാണ്. വട്ടിയൂർക്കാവ് K മുരളീധരൻ, ജ്യോതി വിജയകുമാർ, KS ശബരിനാഥൻ, വീണ S നായർ. തിരുവനന്തപുരം K മുരളീധരൻ, KS ശബരിനാഥൻ, T ശരത്ചന്ദ്ര പ്രസാദ്, VS ശിവകുമാർ, M വിൻസെന്റ്. നേമം ഡോക്ടർ ശശി തരൂർ, K മുരളീധരൻ, VS ശിവകുമാർ, GV ഹരി, നേമം സജീർ. അരുവിക്കര MM ഹസൻ, MR ബൈജു, BRM ഷഫീർ. പാറശാല VS ശിവകുമാർ, നെയ്യാറ്റിങ്കര സനൽ. കാട്ടാക്കട മലയങ്കീഴ് വേണുഗോപാൽ, MR ബൈജു, VS ശിവകുമാർ, RV രാജേഷ്, M മണികണ്ഠൻ. നെയ്യാറ്റിങ്കര ഫ്രീഡ സൈമൺ, N ശക്തൻ, അഡ്വക്കേറ്റ് വിനോദ് സെൻ. ഇങ്ങനെയുള്ള 92 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു ഫേക്ക് ലിസ്റ്റാണ് AICCയുടെ പരിഗണനയിൽ എന്നുള്ള പേരിൽ PR ഏജൻസി പുറത്തിറക്കിയിരിക്കുന്നത്. ഏതൊക്കെയാലും ഈ ലിസ്റ്റിലെ പേര് കണ്ടിട്ട് ആരും കൊണ്ടുപോയി PR ഏജൻസിക്ക് കാശ് കൊടുക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണുള്ളത്. അത് കൂടാതെ തന്നെ ഇതുപോലെയുള്ള സ്ഥാനാർത്ഥി പട്ടിക ഏത് തരത്തിലാണ് കോൺഗ്രസിന് ഗുണം ചെയ്യുക എന്നുള്ള കാര്യം കോൺഗ്രസിനകത്തെ നേതാക്കന്മാർ തന്നെ ചിന്തിക്കുക. കാരണം അനാവശ്യമായിട്ട് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഓരോ ആളുകളെ കയറ്റിക്കൊണ്ടുവരിക, അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ ലിസ്റ്റുകൾ പുറത്തുവിടുക എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ വളരെ നമ്മളുടെ ചില പ്രാദേശിക ലേഖകന്മാർ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നുഴഞ്ഞു കയറി കണ്ടെത്തിയിരിക്കുന്ന ചില ലിസ്റ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ലിസ്റ്റുകളൊക്കെ ഇതേ രീതിയിലൊക്കെ നിങ്ങളുടെ തന്നെ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നത് എത്ര വലിയൊരു അബദ്ധമാകും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. ഏതൊക്കെയായാലും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ലിസ്റ്റിൻ്റെ ഒരു പൂർണ്ണ രൂപം ഞങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഒരു ഫയലായിട്ട് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കും. ഈ വീഡിയോയും നിങ്ങൾ മുഴുവൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതൊക്കെയായാലും കോൺഗ്രസിൻ്റെയും KPCCയുടെ ലിസ്റ്റ് ഇനി അടുത്ത PR ഏജൻസി വരും ദിവസങ്ങളിൽ ഇറക്കുകയാണെങ്കിൽ നമുക്ക് അതും ഈ വേദിയിൽ തന്നെ പറയാം എന്നെനിക്ക് തോന്നുന്നു. ഏതൊക്കെയാലും ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് AICCയുടെ ലിസ്റ്റല്ല, ഇതൊരു ഫേക്കായിട്ട് ഏതോ ഒരു PR ഏജൻസി അടിച്ചിറക്കി വിട്ടിരിക്കുന്ന ലിസ്റ്റാണ്. ഇതിൽ യാതൊരുവിധ
കഴമ്പും ഇല്ല എന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരുമായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മാത്രമാണ് പറയാനുള്ളത്.